കൊള്ള മാത്രമാണ്. ഇന്ന് അറസ്റ്റിലായ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതൊരു പ്രവാചക ശബ്ദമായി എടുക്കാം, കൊള്ളക്കാരനാണ് പറയുന്നതെങ്കിൽ അതുകൂടി കേൾക്കാം. ശബരിമല മാത്രമല്ല, ഇനിയിപ്പോ മറ്റു പലയിടത്തെ കാര്യങ്ങൾ വരും. അങ്ങനെ വരട്ടെ, എല്ലാം പുറത്തു വരട്ടെ. നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ വെക്കുകയാണ്. ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? തത്വമസി, ഒരൊറ്റ വാക്ക്, തത്വമസി എന്ന് മാത്രം. അതിന്റെ കൂടെ ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഈ പറയുന്ന പത്മകുമാറും ദൈവതുല്യം പത്മകുമാർ കാണുന്ന പത്മകുമാറിന്റെ രാജാവും, ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത്. തത്വമസി, തത്വമസി എന്ന് മാത്രം. കൂടുതൽ വാക്കുകളോ കൂടുതൽ അലങ്കാരങ്ങളോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പങ്കുവച്ചിട്ടില്ല. ഇന്നലെ ശബരിമലയിലെ അയ്യന്റെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പത്മകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് SIT കൊണ്ടുപോയതിന് തൊട്ടു പിന്നാലെ രാഹുൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത്ര മാത്രമാണ്: തത്വമസി. ആ കൂടെ വെച്ചിരിക്കുന്ന ചിത്രം എല്ലാം പറയുന്നുണ്ട്. അത് തന്നെയാണ് പത്മകുമാർ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ദൈവതുല്യം കാണുന്ന പലരും ഇതിലുണ്ടെങ്കിൽ തനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നീ കണ്ടത് നിന്റെ രാജാവിനെയാണ് ദൈവതുല്യനായിട്ട് കണ്ടത്. പക്ഷേ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ജീവിതങ്ങളുടെ, മനുഷ്യരുടെ, സാധാരണക്കാരുടെ, നിരാശരായിട്ടുള്ള ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ അവലംബമായിട്ടുള്ള അയ്യപ്പനെ നീ കണ്ടില്ല പത്മകുമാറെ. ആ അയ്യപ്പന്റെ സ്വർണമാണ് നിങ്ങൾ കട്ടുമുടിച്ചത്. ഒരു നാണവും മാനവും ഇല്ലാത്ത, നെറികേടില്ലാത്ത ഇങ്ങനെ ഒരു ക്രിമിനൽ കൂട്ടം, അയ്യന്റെ സ്വർണം കട്ടുമുടിച്ച ഒരു ക്രിമിനൽ സംഘം വാസുവിൽ തുടങ്ങി ഈ പറയുന്ന ദൈവതുല്യനായ വ്യക്തിയിലേക്കുള്ള വഴി ഈ അന്വേഷണ സംഘം വെട്ടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇതിപ്പോ 2025 അവസാനിക്കാറാകുന്നു. 2025 അവസാനിക്കാറാകുന്നു. ഈ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ നടന്നത് 2019-ന്റെയും 2023-ന്റെയും ഇടയിൽ. അന്ന് മുതൽ ഇങ്ങോട്ട് 2019-ൽ തുടങ്ങിയ കൊള്ള, ആ കൊള്ള അന്ന് മുതൽ ഇങ്ങോട്ട് 2025 വരെ ഇങ്ങനെ ഭദ്രമായി കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ച് ഈ പറയുന്ന കൊള്ള സംഘം അതിനെ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. അവസാനം ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു. ഹൈക്കോടതിക്ക് മറ്റൊരു കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർക്കേണ്ടി വന്നു. ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശം ഹൈക്കോടതി നൽകി. എന്താണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം? ഈ വിഷയത്തിൽ അയ്യപ്പന്റെ സ്വർണം, അയ്യന്റെ പൊന്ന് കട്ട വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹൈക്കോടതി വലിയ ഒരു നിർദ്ദേശം വെച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും, അയ്യന്റെ സ്വർണം കൊള്ളയടിച്ചതുമായി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു വിവരവും, ഒരു റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുമ്പാകെ മാത്രമേ സമർപ്പിക്കാൻ പാടുകയുള്ളൂ. അത് പുറത്തുള്ള മറ്റ് ഏത് വലിയ തമ്പുരാന്റെ മുമ്പിലും, ഏത് വലിയ രാജാവിന്റെ കാൽ കീഴിലും കൊണ്ടുപോയി വെക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കാരണം എന്താ? ഹൈക്കോടതിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. 2019-ൽ കൊള്ള തുടങ്ങിയിട്ട് 2025 വരെ അത് ഇങ്ങനെ മറപിടിച്ച് കൊണ്ടു നടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിപ്പോർട്ട് പുറത്തു പോയാൽ ഇവരെ പോലെയുള്ള രാജാവിലേക്ക്, ഇവർ ദൈവതുല്യരായി കാണുന്ന പല ആളിലേക്കുമുള്ള ആ വഴി പലയിടത്തും ക്ലോസ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഹൈക്കോടതിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. വിക്കറ്റുകൾ ഓരോന്നായി വീഴുകയാണ്. 5ാമത്തെ വിക്കറ്റായിട്ട് പത്മകുമാർ വീണു. ഗോൾഡൻ ഡെക്ക്. ആരാ പത്മകുമാർ? DYFIയുടെ സംസ്ഥാന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, ലോക്കൽ സെക്രട്ടറി, അങ്ങനെ തുടങ്ങി ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള MLA, നിയമസഭയുടെ സാമാജികനായിട്ട്, കേരളത്തിന്റെ നിയമസഭയിൽ അംഗമായിട്ട്, മെമ്പറായിട്ട് ഇരുന്ന പത്മകുമാറും വാസുവും 2017 മുതൽ 2021 വരെ, 2017, 18, 19, 20, 21 ഇത്രയും വർഷക്കാലയളവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ട് ഇരുന്നവൻ. ആദ്യം പൊക്കിയത് വാസുവിനെയാ.
വാസുവിനെയ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചാനല് കൈരളി എന്ന് പറയുന്ന അത് പറയുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ, സോറി. ആ ചാനലില് ഒരു ചർച്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. അതിൽ അവതാരകൻ കോൺഗ്രസേ പറയൂ എവിടെയാണ് കുറവ്, 9.1 സംതിങ് ഗ്രാമുകളുടെ കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്, എവിടെയാണ് കുറവ്? ഇപ്പൊ ബോധ്യമായിട്ടുണ്ടാകും അയ്യന്റെ സ്വർണം അത് കുറവാണോ വന്നിരിക്കുന്നത്, കൂടുതലാണോ വന്നിരിക്കുന്നത്, ചെമ്പാണോ കൊണ്ടുപോയത്, സ്വർണമാണോ കൊണ്ടുപോയത്, അടിച്ചു മാറ്റിയോ, വിഗ്രഹ കടത്താണോ നടന്നത്, ഇന്റർനാഷണൽ ബന്ധമാണോ, ഓരോന്നോരോന്ന് പുറത്തു വിടും. ഇന്നിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലിരുന്നു കൊണ്ട് പത്മകുമാർ തത്ത പറയും പോലെ പറയും, രാജാവിലേക്കുള്ള വഴികളിലേക്ക് എത്തും. ഓൾറെഡി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങള്. അടുത്ത വിക്കറ്റ് ഉടനടി പുറത്താകും. വെർച്വൽ ക്യൂവിലാണ്. എവിടെ? അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തരെ വെർച്വൽ ക്യൂവിൽ നിർത്തിയ ഈ പണിക്കാര്, ഈ കൊള്ളക്കാര്, അവരിപ്പോ വെർച്വൽ ക്യൂവിലാണ്. കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം. എന്നിട്ട് ഇന്നലെ അങ്ങനെ ന്യായീകരിക്കുകയാണ്. എന്താണ് ന്യായീകരണങ്ങള്? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ആരെയും സംരക്ഷിക്കില്ല. ഏത് 2019 നടന്നിട്ട് 2025 കോടതി ഇടപെട്ട് അന്വേഷണം നടത്തുന്നത് വരെ സംരക്ഷിച്ച് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ വരെ വാസുവിനെ അടിച്ചു പൂട്ടി അകത്തിട്ടത് പോലും ന്യായീകരിക്കുന്ന കടകംപള്ളിയെ കണ്ടു. കാരണം കടകംപള്ളിക്ക് അത് പറയുകയല്ല, വേറെ വഴിയില്ല. അടുത്തത് കടകംപള്ളിയാണ്. ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാ രാഹുൽ മാങ്കൂട്ടം ഒരൊറ്റ വാക്കിൽ ഒതുക്കിയത് തത്വമസി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എല്ലാം കാണുന്നുണ്ട്. അയ്യപ്പൻ എല്ലാം കാണുന്നുണ്ട്. അതാണല്ലോ വിശ്വാസം. വിശ്വാസികൾക്ക് അയ്യപ്പനാണല്ലോ എല്ലാം. അയ്യപ്പനെല്ലാം കാണുന്നുണ്ട്. അത് തന്നെയാ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെച്ചതും. അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും രാഹുൽ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തില്ല. ബാക്കിയുള്ളതൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് പത്മകുമാർ പറഞ്ഞത് നിങ്ങൾ കേട്ടത്. ശബരിമല മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും എന്ന് പറഞ്ഞാൽ പല ആരാധനാലയങ്ങളിലും ഈ പറയുന്ന കൊള്ള നടന്നിരിക്കുന്നു. അവിടെയുള്ള പലതും തിരുവാഭരണങ്ങൾ അടക്കം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അയ്യപ്പന്റെ മുതൽ കട്ടവനിക്ക് പിന്നെ ബാക്കിയുള്ളത് പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെയാണ് പത്മകുമാർ വീണ്ടും പറഞ്ഞു വെക്കുന്നത്. ദൈവതുല്യരായ പലരുടെയും കൈകളിൽ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാനാവും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അടിമ രാജാവിന് വേണ്ടി വിടുപണി ചെയ്തതാ. ഇതിന്റെയൊക്കെ ഉത്തരവാദി രാജാവ് മാത്രമാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും നമ്മൾക്ക് ആർക്കുമില്ല. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചിട്ടാണ് ഇത്രയും കാലം ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഇങ്ങനെ കബളിപ്പിച്ച് കണ്ണിൽ പൊടിയിട്ട് കൊണ്ടു നടന്നത്. ഇന്നലെ മുതൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? ഇന്നലെ മുതല് നിങ്ങൾ സോഷ്യൽ മീഡിയകൾ തുറന്നു നോക്കൂ. തോമസ് ഐസക്, കെ ശൈലജ, കെ ബാലഗോപാലൻ, MP രാജീവ്, ഈ പറയുന്ന MP രാജേഷ്, അങ്ങനെ തുടങ്ങി അടിമകൾ ഇങ്ങനെ നിന്ന് ന്യായീകരണങ്ങൾ ഇറക്കുക. എന്താ ന്യായീകരണം? അവരാരും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് അറിഞ്ഞിട്ടില്ല. അടുത്ത വിക്കറ്റ് പോയത് ഇവരാരും അറിഞ്ഞിട്ടില്ല. ഇവർ ടീമിലെ അംഗങ്ങളാണ്. പ്ലേയിങ് 11-ലുള്ള ഇവരാരും ഈ പത്മകുമാറിന്റെ വിക്കറ്റ് പോയത് അറിഞ്ഞിട്ടില്ല. മറ്റൊന്നാണ് ഇവരറിഞ്ഞത്. എന്താണ്? ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്തു. ഇനി മുതൽ 2000 രൂപ. എന്താണല്ലേ? എവിടെയാണ് കാര്യങ്ങൾ? എവിടേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത്? പക്ഷേ അയ്യപ്പൻ വിടാൻ സന്നദ്ധനല്ല. അയ്യപ്പൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ സന്നദ്ധനല്ല. അയ്യപ്പന്റെ കോപം അതിനൊരു പ്രായസിദ്ധമായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതായത് നമ്മുടെ പയ്യന്നൂരിലെ ജോത്സ്യൻ പറഞ്ഞത് അനുസരിച്ച്. പക്ഷെ അതിൽ അയ്യപ്പനെ തൃപ്തിപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചില്ല. കാരണം എന്താ? കാരണം ആ അയ്യപ്പന് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കത്ത് അവിടെ വായിച്ചു. അയ്യപ്പനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അയ്യപ്പന് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കത്ത് വായിച്ചു. അതോടുകൂടി അത് പൊളിഞ്ഞു. ആ കത്ത് വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ കേസ് അവിടെ നിൽക്കുമായിരുന്നു. കാരണം അയ്യപ്പൻ അത് ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അയ്യപ്പൻ വിട്ടുകൊടുക്കുകയായിരുന്നു. പക്ഷെ ആ കത്ത് വായിച്ചതോടുകൂടി അയ്യപ്പന്റെ കോപം അത് ഇരട്ടിയായി. ഏത് കത്താണെന്ന് ഞാൻ പറയുന്നില്ല. കത്ത് വായിച്ചത് ഏതാണെന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ആ കത്ത് അവിടെ വായിക്കാൻ പാടില്ലായിരുന്നു. അത് അയ്യപ്പന് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അനിഷ്ടം സംഭവിച്ചിരിക്കുന്നു.
അതുകൊണ്ട് തന്നെയാണ് ഓരോന്നോരോന്നായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തകർന്നടിയുന്നതിനുള്ള കാരണം ഇതാ, കൈകൾ ശുദ്ധമല്ല, മടിയിൽ കരമുണ്ട്, അയ്യപ്പന്റെ സ്വർണത്തിന്റെ അയ്യപ്പന്റെ പൊന്ന് മടിയിൽ തന്നെയുണ്ട്, അതിന്റെ കനം മടിയിലുണ്ട്, കൈകൾ അത്ര ശുദ്ധമല്ല. വഴി വെട്ടിയിരിക്കുന്നു അന്വേഷണ സംഘം. ഇതിൽ കോടതി വലിയ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. കോടതിയുടെ ആ ഇടപെടൽ തന്നെയാണ് ഈ അന്വേഷണത്തെ ഇവിടെ വരെ കൊണ്ടു ചെന്നെത്തിച്ചത്. അതിലൊരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ കോടതിയുടെ മേൽനോട്ടം ഇല്ലായിരുന്നെങ്കിൽ, കോടതി നിർദ്ദേശങ്ങളില്ലായിരുന്നുവെങ്കിൽ, ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ അവരെ ഫ്രീ ആയി വിട്ടിരുന്നുവെങ്കിൽ, ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ റിപ്പോർട്ട് ഈ പറയുന്ന കള്ളന്മാരുടെ മുന്നിൽ തന്നെ സമർപ്പിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേസ് ഇവിടെ വരെ എത്തില്ലായിരുന്നു. അതൊക്കെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് കോടതി അയ്യന്റെ പൊന്ന് കട്ടവരുടെ കാര്യത്തിൽ വളരെ കാർക്കശ്യപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിക്കറ്റുകൾ ഓരോന്നും പോകുന്നത്. അടുത്ത വിക്കറ്റ് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ബാറ്റ്സ്മാൻ കടകംപള്ളി സുരേന്ദ്രനാണ്. ഉടനടി പോകുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം കളി നിർത്തിവെച്ചിരിക്കുന്ന ടീ ബ്രേക്കിലാണുള്ളത്. കളി പുനരാരംഭിക്കുമ്പോൾ അടുത്ത വിക്കറ്റ് വീഴുന്നത് കടകംപള്ളിയുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട.